ഞാൻ ചെയ്തെടുത്ത ഒരു സ്ലീവ് ഡിസൈനാണ്. സ്ലീവിൻ്റെ ബോർഡറിൽ ഇതേമാതിരി വരും. സീക്വൻസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മിറർ വെച്ച് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള പിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തെടുക്കാൻ പോണത് സ്ലീവ് ഡിസൈനാണ്. ഇതാ കണ്ടത്, ഇതേമാതിരി ഉണ്ടാവും. അത് സീക്വൻസ് പതിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്രഞ്ച് നോട്ട് ചെയ്തതാണ്. കുറച്ച് ചുളിച്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ മേലെ ഗ്ലാസ് കൊടുത്തിട്ട് കണ്ട് ഇതേമാതിരി. അപ്പോൾ അതവിടെ ഞാൻ 2-3 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സീക്വൻസ്. ഇതാ കണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുക. അതിൻ്റെ മുകളിലൊരു ബോർഡർ നീളത്തിൽ ഇങ്ങനെ വരും ഇതിൻ്റെ മുകളിൽ. അപ്പോൾ സ്ലീവായിട്ട് ഫുള്ളായിട്ട് വരും ഉണ്ടോ. അപ്പോൾ ഇതേമാതിരി സ്ലീവിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഗ്ലാസ് ഒട്ടിച്ച്, അപ്പോൾ ഗ്ലാസ് ഒട്ടിച്ച് കൊടുത്തത്, ഗ്ലാസ്സിന് ഫ്രെയിം ഇട്ടിട്ടില്ല. അങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പം ഇതിൻ്റെ മുകളിലൊക്കെ എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫ്രെയിം ഇടാം. ഫ്രെയിം ഇട്ടിട്ട് വരാം. അതേമാതിരി ഞാൻ ഫ്രെയിം ഇട്ടു. അപ്പോൾ ഞാൻ വയലറ്റ് കളറിലെ സീക്വൻസ് ഒട്ടിച്ച് വെച്ചത്. അതേമാതിരി നീല കളറിലെ നൂലാണ് എടുത്തത്. 6 സ്റ്റാൻസിലാണ് എടുത്തത്. അപ്പോൾ അത് ആദ്യം ഇവിടെ അങ്ങനെ ഇതിൻ്റെ മുകളിൽ ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് അടുപ്പിച്ചിട്ട് അതിനെ കൊണ്ട് ഇതിൻ്റെ മുകളിൽ തുടങ്ങി ഫ്രഞ്ച് നോട്ട് ഇടുക. അത് ഞാൻ സീക്വൻസ് ഒട്ടിച്ച് വെച്ചത് എന്താ കാരണം വെച്ചാൽ അളവ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഒട്ടിച്ച് വെച്ചു. അതേമാതിരി ഇതിൻ്റെ മുകളിൽ ഫ്രഞ്ച് നോട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കുറച്ച് പ്രയാസമുണ്ട്. ഗമ്മൻ്റെ ഒരു ഇത് വരുന്നതാണ്. അടുത്തതിൻ്റെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഫ്രഞ്ച് നോട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്തത്. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കണം.
ഇതേമാതിരി ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ടുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റി. ഇതേമാതിരി ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിലും ചെയ്തെടുക്കണം. എല്ലാത്തിൻ്റെ മുകളിലും ഇതേമാതിരി ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഗ്ലാസ്സിന് മിററിന് ഫ്രെയിം ഇട്ട് കൊടുക്കുക. അതേമാതിരി വരും. ഇതേമാതിരി നമുക്ക് എല്ലാത്തിൻ്റെ മുകളിലും ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ മുഴുവനും ഞാൻ ഫ്രഞ്ച് നോട്ടിട്ട് ചെയ്തെടുത്തുകൊണ്ട് സ്വീക്വൻസിൻ്റെ മുകളിൽ ഈ രണ്ട് ഇതിൻ്റെ മുകളിൽ ഇത് വയ്ക്കണത്. ഞാനിത് ഈ മഞ്ഞ കളറുള്ള നൂലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ 3 ലെയറിലാണ് കോർത്തെടുത്തത്. ഇത് സൂചിയുടെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അത് 2 ആക്കിയാൽ മതി. അത് മടക്കിയിട്ട് ഇത് ജോയിൻ്റ് ആക്കിയാൽ 6 ലെയർ ആകുമല്ലോ. അല്ലെങ്കിൽ ഈ ചെറിയ ഹോളിലുള്ള കൂടെ കയറി കിട്ടാൻ വലിയ പണി കണ്ട് ഇതേമാതിരി ഇതാക്കി 2 എണ്ണാക്കി കെട്ടിയെടുത്തു. അപ്പോൾ ഇവിടെ 2 ഇതായ സമയത്ത് 6 ലെയറായില്ലേ. ഒരു നോട്ട് എടുത്തെടുത്താണ്. അപ്പോൾ അതിപ്പോൾ 6 ലെയർ നൂലായി. ഈ മഞ്ഞ കളറിൻ്റെ ഒന്നുകൊണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുന്നത് ഈ ഫ്രെയിമിൻ്റെ മുകളിൽ. ഇത് ഞാൻ ഗ്ലാസ് ആദ്യം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് അടുപ്പിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കുക. അങ്ങനെ പിന്നെ അടുത്തതാ ഈ ഭാഗത്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വേണം ചെയ്യുക. അല്ലെ മേലെ കൂടി ആയാലും കുഴപ്പമില്ല. അങ്ങനെ എടുത്ത് ചെയ്ത് കൊടുത്ത് അടുത്തതായത് ഈ ഭാഗത്തിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ 2 എണ്ണത്തിനുള്ള കൂടെ എടുത്ത് ഇവിടെ അങ്ങനെ കുത്തി കൊടുക്കുക. അങ്ങനെ അത് കഴിഞ്ഞാൽ ഈ നടുക്കുന്ന ഈ 2 ചെയ്തതിൻ്റെ ഈ നടുക്കുന്ന സൂചി എടുക്കുക, കുത്തിയെടുക്കുക. എന്നിട്ട് ഇത് ഈ 2 ക്രോസ് ആയിട്ട് കണ്ട് അങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഇവിടെ കുത്തി കൊടുക്കുക. വീണ്ടും ഇവിടെ നിന്ന് തന്നെ എടുക്കുക. അല്ലെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് എടുക്കാനോ കുഴപ്പമില്ല. ഇവിടെ നിന്ന് തന്നെ എടുക്കാവുക. ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഈ 2 ഇതിനുള്ളിൽ കൂടെ കണ്ടോ ആളുന്നില്ലേ, കൂടെ എടുത്തിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ അതിന് നല്ലൊരു ഇത് വന്നു, ബൈൻഡിങ് മാതിരി വന്നു. ഇത് അവിടെ എടുക്കുക. ഇവിടെ എടുത്തിട്ട് ഇതിനുള്ളിൽ കൂടെ 2 എണ്ണത്തിനുള്ളിൽ കൂടെ എടുക്കുന്നുണ്ട്. ഈ 2 എണ്ണത്തിനുള്ളിൽ കൂടെ എടുക്കുന്നുണ്ട്. അങ്ങനെ വന്നു. പിന്നെ ഇത് രണ്ടാമത് ഇവിടെ തന്നെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഈ 2 എണ്ണത്തിനുള്ള കൂടെ കൊണ്ട് അങ്ങനെ വന്നത്
അങ്ങനെ വന്നതിന് ശേഷം ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക സൂചി. എന്നിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങനെ എടുത്ത് അപ്പോൾ ഇതിന് ശരിക്കും ഒരു കവറ് മാതിരി വേണം. എല്ലാത്തിനും ഇതിൻ്റെ ചുറ്റും ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ നൂലുകൾ ഉള്ളിൽ കൂടെ വേണം എടുക്കണം. എന്നിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്താൽ ഇതിനൊരു ഫ്രെയിം മാതിരി വന്നു ഉണ്ടോ. ഇപ്പോൾ കണ്ടത് ഇതേമാതിരി ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. പിന്നെ അതേ കഴിഞ്ഞിട്ട് വേറൊരു കളർ നൂലെടുത്തിട്ട് ഇതേമാതിരി ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലും ചെയ്തെടുക്കുക. അപ്പോൾ ഈ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരില്ല. ഞാൻ ചെയ്തെടുത്ത ഈ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഈ വർക്ക് കാണാൻ അതേമാതിരി ഉണ്ട്. ഇതൊരു സ്ലീവ് ഡിസൈനാണ്.